ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. നിന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് മാത്രം നീ ചെയ്യാം. കാരണം മുന്നോട്ട് ജീവിക്കേണ്ടത് നീയാ. ഞാൻ നിന്റെ സ്വാതന്ത്ര്യം നിന്റെ അവകാശമാണ്. അതിലൊന്നും അമിതമായി കയറി ഇടപെടാൻ ഞാൻ തയ്യാറില്ല. അത് ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതെന്റെ ശരികളാണ്. നിനക്കത് ശരിയായി തോന്നണമെന്നില്ല. എന്റെ മനസ്സ് ആകെ പതറുക. മനസ്സ് പതറരുത്. എന്തിനാ നീ വല്ലാതെ പതറുന്നത്? നിനക്ക് ആലോചിക്കാനും തീരുമാനമെടുക്കാനും ഉള്ള കഴിവില്ലേ? നിനക്ക് വിവേകമില്ലേ? വിദ്യാഭ്യാസമില്ലേ? ആ, ഒരു വശത്ത് രമ്യ, മറുവശത്ത് ഋതിക മാഡം. രമ്യയുടെ കുടുംബ പശ്ചാത്തലം അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത പലിശക്കാരുടേതാണ്. ഉപകാരം ചെയ്യുന്ന പേരിലാണെങ്കിലും കണ്ടവരുടെ കണ്ണീരാണ് അവരുടെ സമ്പാദ്യം. കാശ് കൊടുത്ത് എന്തിനേയും വിലയ്ക്ക് വാങ്ങുകയാണ് അവര്. നീ രമ്യയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ നീ അറിയാതെ നിന്നെ അവര് കെട്ടുക. വലിയൊരു ആനത്തൊടലിട്ട്. നീ എന്റെ മകനായതുകൊണ്ട് എന്റെ സ്വഭാവവും സംസ്കാരവുമാണ് നിനക്ക്. അവരിട്ട് പൂട്ടുന്ന ചെങ്ങലയിൽ കിടന്ന് നീ വല്ലാതെ വീർപ്പുമുട്ടും. മറ്റേതങ്ങനെയല്ല. വിവാഹ ജീവിതം അല്ലായിരുന്നെങ്കിൽ പോലും ആ കുട്ടി നിന്നോടൊപ്പം ജീവിച്ചവളാ. അവളുടെ കഴുത്തിൽ നീ ഒരു താലിച്ചരട് കെട്ടിയ അത് പവിത്രമായ ഒരു ദാമ്പത്യ ബന്ധത്തിന്റെ കരാർ ഉടമ്പടിയായിരിക്കും. അവള് നിന്നെ വിലയ്ക്ക് വാങ്ങുകയല്ല ചെയ്യുന്നത്. സ്വന്തം പ്രാണവായുവിനെ പോലെ കരുതുകയാ ചെയ്യുന്നത്. പിന്നെ കാശും കുടുംബമഹിമയും പാരമ്പര്യമൊക്കെ അതൊക്കെ അങ്ങ് വിട്ടേക്ക്. പിന്നെ എങ്ങനെ നോക്കിയാലും വർമ്മ സാറിന്റെ കുടുംബത്തിൽ നിന്നല്ലേ. എന്തിനേക്കാളും ഉപരി സ്നേഹമല്ലേടാ മോനെ വലുത്. നീ നിന്റെ മനസ്സിന്റെ തുലാസിൽ വെച്ച് തൂക്കി നോക്ക്. സ്നേഹം കൊണ്ട് ആർക്കാ തൂക്കം കൂടുതലെന്ന്. അവരെ നിന്റെ ജീവിത സഖിയാക്ക്. ഞാൻ നിർത്തുകയാണ്. അടിച്ചേൽപ്പിക്കാൻ ഞാൻ തയ്യാറല്ലടാ. എല്ലാം നിന്റെ ഇഷ്ടം, നിന്റെ മാത്രം ഇഷ്ടം. ആലോചിക്കേ. മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ എന്നോട് മുമ്പൊരിക്കൽ ചോദിച്ച പോലെ ഞാൻ പ്രസവിച്ച് കൂലിയുടെ കണക്ക് പറയുന്നൊന്നുമല്ല. പൊക്കിൽ കൊടി മുറിച്ചു കഴിഞ്ഞ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം തീർന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കാലമാ. അതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾക്ക് വലിയ വിലയില്ലെന്നും എനിക്കറിയാം. എങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറയാ. നിങ്ങളുടെ അച്ഛൻ ഇപ്പൊ എന്റെ ശത്രുവാ. കാരണം ഞാൻ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്ന് അങ്ങേര് കരുതുക.
കരുതിക്കോട്ടെ. എനിക്കതിൽ സങ്കടമൊന്നുമില്ല. അതിന് നിങ്ങള് കുറ്റക്കാരുമല്ല. കാരണം ഞാൻ ജീവിച്ചത് അങ്ങേരോടൊപ്പം. ഒത്തിരി കഷ്ടപ്പാടും ഒത്തിരി ബുദ്ധിമുട്ടും സഹിച്ച ജീവിച്ചതും നിങ്ങളെ 3 പേരെ പെറ്റു വളർത്തിയതും. ഇല്ലായ്മയും വല്ലായ്മയും നിങ്ങളെ അറിയിക്കാതെ തന്നെയാ വളർത്തിയതും. പലപ്പോഴും പച്ചവെള്ളം കുടിച്ച് വിശപ്പടക്കിയിട്ടുണ്ട്. സാരി മുറുക്കി കുത്തി നടന്നിട്ടുണ്ട്. ഒന്നിനും ഒരു കാര്യത്തിനും പരാതിയോ പരിഭവമോ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അച്ഛനോട് വഴക്കിട്ടിട്ടില്ല. ഒരു തരി പൊന്നിന് വേണ്ടിയോ എന്തിന് ഒരു ബ്ലൗസ് പീസ് വാങ്ങി തരാൻ പോലും ഞാൻ നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞിട്ടില്ല. അങ്ങേർക്ക് വാങ്ങിത്തരാനും കഴിഞ്ഞിട്ടില്ല. ഈ വീട്ടില് ഒരു തരി പറ്റില്ലാത്ത കഞ്ഞിക്കലം എന്റെ മക്കൾ ആരും കണ്ടിട്ടില്ല. ഞാനിതുവരെ ആരെ അറിയിച്ചിട്ടുമില്ല. അത് ഞാനൊരമ്മയും ഒരാളുടെ ഭാര്യ ആയതുകൊണ്ട്. അതാകണ ഒരു കുടുംബിനിയെന്ന് ഞാൻ കരുതി. അങ്ങനെ മക്കളെയും ഭർത്താവിനെയും സ്നേഹിച്ച് ജീവിച്ചൊരു സ്ത്രീയാ ഞാൻ. അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാര്യമുള്ളതുകൊണ്ട്. മോനെ, നീ എന്റേത് കൂടിയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് ഈ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന് കരുതി ഞാൻ രുക്മിണിക്ക് വാക്കു കൊടുത്തു. രമ്യയെ എന്റെ മോൻ കല്യാണം കഴിക്കുമെന്ന്. നാളെ നിന്റെ കല്യാണമാ മോനെ. നീ രമ്യയെ കല്യാണം കഴിക്കണം. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല. അകലേ നോവിനാലേ